നമ്മൾ പൂക്കളെ നമ്മുടെ എന്താണ് ലോകത്തിലുള്ള പൂക്കളെ കൂട്ടി ഒരുപാട് പാട്ടുകൾ നമ്മുടെ കവികൾ രചിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പറയുന്ന ഒരു പൂവെന്ന് പറയുന്നത് മന്ദാരപ്പൂവാണ്. അപ്പോൾ മന്ദാരത്തെ കൂട്ടി തന്നെ ഒരുപാട് പാട്ടുകളുണ്ട്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ടാണ് മന്ദാര ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ എന്നുള്ളത് അല്ലേ. എന്ത് രസമല്ലേ, അതെനിക്ക് പാടാൻ അറിയില്ല, പക്ഷേ പാടുന്നത് കേൾക്കാൻ എന്ത് രസമല്ലേ. അതേപോലെ തന്നെ മന്ദാര പൂമൂളി, പിന്നെ മന്ദാരമേ ചെന്താമര, ആ പാട്ട്, അങ്ങനെ കുറേ പാട്ടുകൾ പൂക്കളെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ ഏത് പൂക്കളെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ മഞ്ഞ മന്ദാരമാണ് കേട്ടോ. അതിൻ്റെ പൂക്കൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഭയങ്കര കണ്ണിന് നമുക്കൊരു പോസിറ്റീവ് ഫീൽ നൽകുന്ന ഒരു ഭംഗിയാണ് ആ പൂക്കൾ കിടക്കുന്നത് കാണാനായിട്ട്. ആ ഒരു ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ തെളിഞ്ഞ മഞ്ഞ കളറിൽ വരുന്ന പൂക്കളാണത്. അതിൻ്റെ പൂവെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ പൂക്കൾ. ഇതിനെ നമ്മൾ യെല്ലോ ബെൽ ബൗഹീനിയ എന്ന് പറയും. കാരണം ഇതിങ്ങനെ ബൾബ് പോലെ താഴത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന പൂക്കളായിട്ടാണ് ഇതിലുണ്ടാവുന്നത് കണ്ടോ. പിന്നെ ഇതിനകം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ബ്രൗൺ കളർ ഇതിനകത്ത് ഒരു ഡോട്ട് പോലെ അതിനകത്തുണ്ട്. ബ്രൗൺ കളറിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. നമ്മുടെ ഈ ഒരു മഞ്ഞ മന്ദാരം ഉണ്ടല്ലോ, പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. എന്താണ്, സെൻറ്റ് തോമസ് ട്രീ, യെല്ലോ ബെൽ ബൗഹീനിയ, അതേപോലെ തന്നെ കാഞ്ചന പുഷ്പം, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ബൗഹീനിയ ടൊമൻറ്റോസ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു ബൗഹീനിയ വർഗ്ഗത്തിൽപ്പെട്ട ചെടികളെ പോലെയൊക്കെ തന്നെ ഇതിൻ്റെ ഇലകൾ നമ്മുടെ ഒട്ടകത്തിൻ്റെ കാൽപാദങ്ങൾ പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കാൽപാദങ്ങൾ പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പൂക്കളാണെങ്കിലും നമുക്ക് ആയുർവേദപരമായിട്ടും നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചെടികൾ കാണാൻ ഭംഗി മാത്രമായിരിക്കും നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. പക്ഷേ ഒരുപാട് യൂസസ് നമുക്ക് അതുകൊണ്ടുണ്ട്. കാരണം ഇത് ആയുർവേദത്തിലായാലും നാടൻ വൈദ്യത്തിലൊക്കെ ആയാലും ഇതിൻ്റെ ഇലകൾ മറ്റേ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മുറിവുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വൈദ്യന്മാരാണ് അത് ഉപയോഗിക്കുന്നത്. നമ്മൾ എടുത്തു പറയുന്ന ഇതിൻ്റെ ഉപയോഗങ്ങൾ മാത്രമാണ്. ഒരു കാരണവശാലും ആരും ഡയറക്റ്റായിട്ട് അത് പരീക്ഷിക്കരുത്. പിന്നെ ഇതിൻ്റെ പൂക്കളാണെങ്കിലും അതിസാരം അങ്ങനെ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ, നമ്മുടെ വയറിളക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇതിൻ്റെ പൂക്കൾ, ഉണക്കിയ പൂക്കൾ ആയുർവേദത്തിൽ മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ഇന്ത്യയും ശ്രീലങ്കയും ആണെന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെ കാഞ്ചന പുഷ്പം എന്ന് വിളിക്കാൻ, ഇതിനെ സ്വർണ്ണം, കാഞ്ചനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം സ്വർണ്ണമാണ്. അപ്പോൾ കാഞ്ചന പുഷ്പം എന്ന് വിളിക്കാനുള്ളൊരു കാരണം ഇതിൻ്റെ ആ ഒരു പൂവിൻ്റെ കളർ തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിനെ ഹിസ്റ്ററിക്കലായിട്ട് കുറേ, കാരണം പഴയ കാലത്തെ ചരിത്രത്തിൽ കുറേ കഥകൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെന്താണ് അങ്ങനെ ഒരു പേര് വരാനുള്ളൊരു കാരണം. അതേപോലെ തന്നെ ഈ പൂക്കൾ നമ്മൾ വിജയദശമി, ദസറയില്ലേ, വിജയദശമിക്കൊക്കെയുള്ള കാര്യങ്ങൾക്ക് കർണാടക, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ അവർ ആ ദസറ ദിവസം, വിജയദശമി ദിവസം ഇതിൻ്റെ ഇലകൾ അവിടുത്തെ പൂജയ്ക്കും മറ്റ് കാര്യങ്ങൾക്കായിട്ടൊക്കെ പരസ്പരം കൈമാറാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് അതിൻ്റെ പുറകിൽ ഒരു ചെറിയ കഥയുണ്ട്. അതും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. ആ കഥ ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ഭഗവാൻ രാമൻ്റെ പൂർവികനായ രഘുമഹാരാജാവ് രാജ്യം ഭരിച്ചിരുന്ന കാലം. ആ സമയത്ത് കൗത്സ്യൻ എന്ന യുവ മുനി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കി അദ്ദേഹത്തിൻ്റെ ഗുരുവായ വരദന്തു മഹർഷിക്ക് ഒരു ഗുരുദക്ഷിണ നൽകാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. തനിക്ക് ഗുരുദക്ഷിണയൊന്നും വേണ്ടെന്നും വരദന്തു മഹർഷി പറഞ്ഞെങ്കിലും നമ്മുടെ കൗത്സ്യ മുനി പിന്നെയും നിർബന്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് 14 കോടി സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായിട്ട് ദക്ഷിണയായിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ 14 കോടി സ്വർണ്ണ നാണയം എന്ന് പറയുന്നത് 14 കാര്യങ്ങളാണ് അദ്ദേഹം ഈ കൗത്സ്യ മുനിയെ പഠിപ്പിച്ചത്. അപ്പോൾ ഓരോ കാര്യത്തിനും ഓരോ കോടി സ്വർണ്ണ നാണയങ്ങൾ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും ഇത്രയും പൈസ കൊടുക്കാനായിട്ട്, അല്ല ഇത്രയും സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാനായിട്ട് കൗത്സ്യ മുനിയുടെ കയ്യിൽ ഇല്ലായിരുന്നു. ഇത്രയും വലിയൊരു തുക നൽകാനായിട്ട് നമ്മുടെ കൗത്സ്യൻ അന്നത്തെ ഏറ്റവും ദാനശീലനായ മഹാരാജാവായ രഘു മഹാരാജാവിനെ സമീപിക്കുന്നു. പക്ഷേ അവിടെ ഒരു പണി കിട്ടി. എന്നാണെന്നറിയാവോ, ഈ രഘു മഹാരാജാവ് വലിയൊരു യജ്ഞമൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം ദാനം ചെയ്തിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. 5 പൈസ കയ്യില്ലാതെ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇദ്ദേഹം മുനിയാണല്ലോ, മുനിമാരെ പിണക്കി അയക്കുക എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുനിയെ പിണക്കി അയക്കാൻ വയ്യാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു, അദ്ദേഹത്തിനോട് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഇദ്ദേഹം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് വിഷമിച്ചിരുന്ന സമയത്താണ് നമ്മുടെ സമ്പത്തിൻ്റെ ദേവനായ കുബേരനോട് ഇത്രയും സ്വർണ്ണ നാണയങ്ങൾ വേണമെന്ന് രഘു മഹാരാജാവ് ആവശ്യപ്പെട്ടു.
പക്ഷേ ഇത്രയും സ്വർണ്ണ നാണയം കൊടുക്കാൻ കുബേരൻ വിസമ്മതിച്ചു. അപ്പോൾ അതിനായിട്ട് നമ്മുടെ രഘു മഹാരാജാവ് എന്ത് ചെയ്യുന്നറിയാവോ, ഈ സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കുന്നതിനായിട്ട് സ്വർഗ്ഗലോകത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു നമ്മുടെ രഘു മഹാരാജാവ്. അപ്പോൾ ഈ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം സൈന്യത്തിനെ എല്ലാം ഒരുക്കുന്നത് കണ്ടപ്പോൾ ദേവേന്ദ്രന് ഭയങ്കര പേടിയായി. അപ്പോൾ ആ സമയത്ത് ദേവേന്ദ്രൻ പറഞ്ഞു, പെട്ടെന്ന് ഇത്രയും പൈസ, ഇത്രയും സ്വർണ്ണ നാണയം രഘു മഹാരാജാവിന് കൊടുക്കാനായിട്ട് കുബേരനോട് ദേവേന്ദ്രൻ മഹാരാജാവ് കൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അന്ന് രാത്രിയിൽ നമ്മുടെ മഞ്ഞ മന്ദാരത്തിലും ശമീവൃക്ഷത്തിലും നിറയെ അതിൻ്റെ ഇലകളിൽ സ്വർണ്ണമഴ പെയ്തു എന്നാണ് കഥ പറയുന്നത് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രഘു മഹാരാജാവ് രാവിലെ വന്ന് നോക്കിയപ്പം നമ്മുടെ മന്ദാരത്തിൻ്റെയും ശമീവൃക്ഷത്തിൻ്റെയും ഒക്കെ ചുവട്ടിലും നിറയെ സ്വർണ്ണ നാണയങ്ങൾ. അപ്പോൾ ഈ 14 കോടി സ്വർണ്ണ നാണയങ്ങളും എന്താണ് നമ്മുടെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് പറയുന്നത്. അത് അദ്ദേഹം നമ്മുടെ കൗത്സ്യ മുനിക്ക് നൽകി. മുനി അത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഗുരുവിന് നൽകിയെന്നാണ് കഥ പറയുന്നത്. പക്ഷേ ഇത് നൽകിയ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ വിജയദശമി ദിവസമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മഹാരാഷ്ട്ര അല്ലെ കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും പൈസയ്ക്ക് പകരമായിട്ട് ഇതിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ കൈമാറുന്നത്. കാരണം അത് സ്വർണ്ണമായി മാറിയല്ലോ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് ഇപ്പോഴും അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇതിൻ്റെ പൂക്കൾക്കും ഇലകൾക്കും ഒക്കെ ഭയങ്കരമായ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ എനിക്കും ഇത് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഇത്രയും നമ്മൾ ചെറിയ ചെറിയ പൂക്കൾ നമ്മുടെ വീട്ടിൽ ഇത്രത്തോളം ഭംഗിയിൽ നിൽക്കുന്ന പൂക്കൾക്കൊക്കെ ഇത്രത്തോളം പഴയ കഥകളും ചരിത്രങ്ങളും ഒക്കെ ഉണ്ടെന്ന് നമ്മളും ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്കും കൂടെ എത്തിക്കുന്നത്. ജസ്റ്റ് കഥയാണ്, നമ്മൾക്ക് കിട്ടിയ ആ ഒരു പഴയ കാലത്തെ ഒരു ഹിസ്റ്ററിയാണ് ഇതിൽ. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ആയുർവേദ ഗുണങ്ങൾ പറയുന്നതും ഡയറക്റ്റായിട്ട് ആരും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ആയുർവേദ വിദഗ്ധൻ്റെ ഉപദേശത്തോടു കൂടി മാത്രമേ നമ്മൾ ഏത് കാര്യത്തിനും ഏത് അസുഖത്തിനും മരുന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.